വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇറ്റലിയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ആയുധങ്ങൾ ഇനി നമ്മൾ തന്നെ നിർമ്മിക്കും. പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ ഭാരത് ഫോർജ് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക 76mm നേവൽ ഗൺ ഉടൻ തന്നെ അതിന്റെ പരീക്ഷണ വെടിവയ്പ്പിന് തയ്യാറെടുക്കുകയാണ്. കേവലം ഒരു തോക്ക് എന്നതിലുപരി ശത്രുവിന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു മാസ്റ്റർ പീസ് ആണിത്. എന്താണ് ഈ തോക്കിന്റെ പ്രത്യേകത? 2026 അവസാനത്തോടെ ഈ സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമ്പോൾ ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് എങ്ങനെ കരുത്താകും നമുക്ക് നോക്കാം. നമ്മുടെ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിൽ ശത്രുക്കളുടെ വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് 76mm SRGM തോക്കുകൾ. ഇതുവരെ ഇതിനായി നമ്മൾ ഇറ്റാലിയൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭാരത് ഫോർജിന് കീഴിലുള്ള കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് 100% ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ ഈ കരുത്തുറ്റ തോക്ക് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. പൂർണ്ണമായും സ്വദേശി സാങ്കേതിക വിദ്യ. കരയിൽ ഉപയോഗിക്കുന്ന ആർട്ടിലറി ഗണ്ണുകളിൽ ഭാരത് ഫോർജിനുള്ള പരിചയം ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗണ്ണിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. മിനിറ്റിൽ ഏകദേശം 120 റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ ഇതിന് സാധിക്കും. സാധാരണ ഉണ്ടകൾ ഉപയോഗിച്ച് 16 കിലോമീറ്റർ വരെയും ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് 40 കിലോമീറ്റർ വരെയും ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാം. ശത്രു കപ്പലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ, വായുവിലൂടെ വരുന്ന മിസൈലുകൾ എന്നിവയെ തടയാൻ ഇത് മിടുക്കനാണ്. ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ മെറ്റലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ഗണ്ണിന്റെ ഫയറിംഗ് ട്രയൽ ഉടൻ തന്നെ ആരംഭിക്കും. സിസ്റ്റത്തിന്റെ കരുത്തും കൃത്യതയും പരിശോധിക്കുന്ന പ്രൂഫ് ടെസ്റ്റിംഗ് 2026 പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 അവസാനത്തോടെ ഈ ഗൺ പൂർണ്ണ സജ്ജമാവുകയും നാവികസേനയുടെ ഭാഗമാവുകയും ചെയ്യും. ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം ലാഭിക്കാൻ യുദ്ധസമയത്ത് സ്പെയർ പാർട്സുകൾക്കായി വിദേശ രാജ്യങ്ങളെ കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വലിയൊരു വിജയമാണിത്. നിലവിൽ BHEL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തോക്കുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഭാരത് ഫോർജിനെ പോലുള്ള സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് വരുന്നത് മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഭാവിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഭാരത് ഫോർജിന്റെ ചുവടുവയ്പ് അഭിമാനകരമാണ്. ചുരുക്കത്തിൽ ഭാരത് ഫോർജിന്റെ ഈ 76mm നേവൽ ഗൺ വെറും ഒരു ആയുധമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ അടയാളമാണ്. 2026 അവസാനത്തോടെ ഈ സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ അത്യാധുനിക യുദ്ധ കപ്പലുകൾക്കായി വിദേശ രാജ്യങ്ങളെയും കമ്പനികളെയും ആശ്രയിക്കുന്നത് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ മണ്ണിൽ നമ്മുടെ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഇത്തരം ആയുധങ്ങൾ ഇന്ത്യൻ സമുദ്ര അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നതിൽ സംശയമില്ല.